വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയാണെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് 3-ാം സംസ്ഥാന സമ്മേളനം മലമ്പുഴ കവിതാ ഓഡിറ്റോറിയത്തിലെ കെ.എസ്. രാമചന്ദ്രൻ നായർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ടി. ബൽറാം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം നൽകാതെ കർഷകരെയും ദുരിതത്തിലേക്കും കടബാധ്യതയിലേക്കും തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും വി.ടി. ബൽറാം ആരോപിച്ചു. സ്വാഭാവികമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോലും ശക്തമായ സമരങ്ങളും പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തേണ്ടി വരുമ്പോൾ അതിന് ആർക്കാണ് കഴിയുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പിരിഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഇന്നുള്ള ഏക ഉത്തരം കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഇനിയും നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതായിരിക്കും. അത് പല രൂപത്തിൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളും കൂടുതൽ അർത്ഥപൂർണ്ണമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റിയിൽ നിന്ന് തിരിയുന്ന മുഴുവൻ ആളുകളും അത് അവർ സർവീസിലുള്ള കാലത്ത് ഏത് സംഘടനയുടെ ഭാഗമായിരുന്നു എന്ന് നോക്കാതെ സർവീസിൽ നിന്ന് തിരികെ കഴിഞ്ഞാൽ അവരെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഈ പെൻഷനേഴ്സ് കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടി കഴിയട്ടെ. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു പയ്യങ്കാനം അധ്യക്ഷനായി. ഭാരവാഹികളായ വി. അബ്ദുൽ ബഷീർ, പി. ബിജു, ഒ. പ്രകാശ്, DCC ജനറൽ സെക്രട്ടറി KC പ്രീത്, പ്രഭാകരൻ കരിശ്ശേരി, വി. രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് വേണ്ടി ത്യാഗോജ്വല സമരത്തിൽ നിരാഹാരമനുഷ്ഠിച്ച സംഘടനാ നേതാക്കളായ K. ഉണ്ണികൃഷ്ണൻ, K. ബാബുരാജൻ, പ്രഭാകരൻ കരിശ്ശേരി, M.N. ശശി, P.K. അബ്ദുൾ റഷീദ്, K.A. സുൽഫീഖർ എന്നിവരെ ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ആദരിച്ചു. സംഘടനാ ചർച്ച, വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കൽ, പ്രമേയ അവതരണം, ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവയുണ്ടായി. UTV ന്യൂസ്, പാലക്കാട്.